എല്ലാവർക്കും സിനിമാ കഥയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് 1979 പുറത്തിറങ്ങിയ ശ്രീകുമാരൻ തമ്പി സംവിധാനം പുതിയ വെളിച്ചം എന്ന മൂവിയെ കുറിച്ചിട്ടാണ്. നിർമ്മാണം എസ് കുമാറാണ്, സംഗീതം സലിൻ ചൗധരിയാണ്. പ്രധാന അഭിനേതാക്കൾ ജയൻ, ജയഭാരതി, ശ്രീവിദ്യ, ജോസ് പ്രകാശ്, ടിക്കുറിശി, ജഗതി ശ്രീകുമാർ. ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല ആ പടത്തിൽ നല്ല ഇമ്പാക്ട് തരുന്ന ഒരു ക്യാരക്ടർ ഫിലോമിനയും ചെയ്യുന്നുണ്ട്. ഹിന്ദി ചിത്രമായ ഫൂൽ ഓർ പത്തർ, MGRന്റെ ഒളിവിളക്ക് എന്നീ സിനിമകളുടെ റീമേക്കാണ് മലയാളത്തിൽ പുതിയ വെളിച്ചം. നമുക്ക് ഈ സിനിമയുടെ ചെറിയൊരു കഥാസംഗ്രഹം നോക്കാം. ജയൻ, വേണു എന്നാണ് അദ്ദേഹത്തിന്റെ ഈ സിനിമയിൽ ഉള്ള കഥാപാത്രത്തിന്റെ പേര്. ലില്ലി എന്നുള്ള പേരായിട്ട് നമ്മുടെ ജയഭാരതി ഉണ്ട്. ശ്രീവിദ്യയുടെ പേര് വന്നിട്ട് ലക്ഷ്മി എന്നാണ്. പരിപ്പുവട എന്നുള്ള പേരായിട്ട് നമ്മുടെ സ്വന്തം ജഗതി ശ്രീകുമാർ ഉണ്ട്. ഇവരെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ പോകുന്നത്. ജോൺ എന്നുള്ള പേരിൽ നമ്മുടെ ജോസ് പ്രകാശിന്റെ ക്യാരക്ടർ. പടം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ജയൻ എന്നുള്ള ഒരു ക്യാരക്ടർ എന്താന്ന് കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അവനൊരു കള്ളനാണ്. ജയൻ എന്ന് പറയുന്നത് കള്ളനാണ്, പക്ഷെ നേരുള്ള കള്ളനാണ്. അമ്മ പെങ്ങന്മാരോട് സ്നേഹവും എല്ലാം ഉള്ള ഒരു കള്ളനാണ്. സഹജീവികളോടൊരു സ്നേഹം, ദയാകരുണ ഇതൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് ജയൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. എന്നാൽ പുള്ളി കള്ളനുമാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം കക്കാൻ കയറുന്ന സമയത്ത് അവിടെ വേറൊരാളും കൂടി ഉണ്ടാവും. അപ്പൊ അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജയനും ഇവർ രണ്ടുപേരും തമ്മിൽ ടൈപ്പായിട്ട് രക്ഷപ്പെടുകയാണ്. അപ്പോ ഇവൻ മറ്റേ കള്ളൻ, അയാളെ ഈ സിനിമയിൽ വിളിക്കുന്നത് ജഗ്ഗു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ജഗ്ഗു പറയുന്നുണ്ട്, നിങ്ങൾക്ക് പൈസ തരാം എന്നെ രക്ഷപ്പെടാൻ സഹായിച്ചാൽ. അപ്പൊ ശരി തന്നെ ജയൻ അയാളെ രക്ഷപ്പെടാൻ സഹായിക്കുന്നു. ജയനും രക്ഷപ്പെടുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിട്ടടിച്ച് പോകും. വെറുതെ പോയാൽ മാത്രം. അപ്പൊ ജയനും ചേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം ഈ ജഗ്ഗു എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു STD ബൂത്തിൽ കയറിയിട്ട് പോലീസുകാർക്ക് ജയനെ ഒറ്റുകൊടുക്കുക. അപ്പൊ അങ്ങനെ ജയൻ ജയിലിലാവുന്നു. അപ്പൊ അങ്ങനെ തിരിച്ച് വരികയാണ്. ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞു ജയൻ റിലീസാവുന്നു. അതിനിടയിൽ ജയഭാരതിയുടെ ഒരു സോങ് വരുന്നുണ്ട്. നല്ല അത്യാവശ്യം എല്ലാ പാട്ടുകളും നല്ല. ജയഭാരതിയുടെ ക്യാരക്ടർ, അതായത് ലില്ലിയും വേണുവും തമ്മിലുള്ള സ്നേഹം എങ്ങനത്തെയാണ്, എത്രത്തോളം ആഴമേറിയതാണെന്നൊക്കെ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ജയൻ ജയിലിൽ നിന്ന് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ അവന്റെ വാസസ്ഥലത്തേക്ക് അവൻ വരുന്ന വശം ഒരു ആൽത്തറയിൽ ഒരു മുത്തശ്ശി കിടക്കുന്നുണ്ട്. അപ്പൊ ആൽത്തറയിൽ മുത്തശ്ശി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഫിലോമിനയാണ് ആ കഥാപാത്രം. അപ്പോ ചോദിക്കാണ്, എന്താ അമ്മ എങ്ങനെ കിടക്കുന്നത്, ഭക്ഷണം കഴിച്ചില്ല? അപ്പോൾ മോൻ പോയതിനു ശേഷം എനിക്ക് ആരും ഭക്ഷണം തന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ തന്നെ ജയന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ആരുമില്ലാടാ ഇവിടെ ഒരാൾക്കൊരു ഭക്ഷണം കൊടുക്കാൻ തന്നെ. അപ്പൊ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചായക്കടക്കാരനെ ഉദ്ദേശിച്ചിട്ടാണ് ജയൻ ഇത് പറയുന്നത്. അപ്പൊ തന്നെ ആ ചായക്കടക്കാരൻ പേടിച്ചിട്ട് അവിടെ കൊണ്ടുവരുന്നു, ഫിലോമിനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു ഒക്കെ ചെയ്യുന്നു. അപ്പൊ പെട്ടെന്ന് പിന്നെ ഒരു കൈസർ എന്ന് പറയുന്ന ഒരു നായനെ കാണിക്കുന്നുണ്ട്. ആ നായ ജയന്റെ ഒപ്പം തന്നെയാണ് എപ്പോഴും നടക്കുന്നത് ആ സിനിമയിൽ, ആ പ്രദേശത്ത് കേട്ടോ. പിന്നെ അവിടെ 1-2 ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഇവനെ ഭയമാണ്. അതേസമയത്ത് ചില ആൾക്കാർക്ക് ഇവനോടൊരു പുച്ഛമുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഇടനടന്നിട്ടുള്ള ഒരു രീതിയിലാണ് ആ സിനിമ പോകുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ കട്ടിട്ട് അല്ലെങ്കിൽ ഇവൻ മോഷ്ടിച്ചിട്ട് വരുന്ന എല്ലാ സാധനങ്ങളും ജോൺ, അതായത് ജോസ് പ്രകാശിനാണ് വിൽക്കാറ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ലില്ലിയായിട്ട് കണ്ടതിന് ശേഷം ജോസ് പ്രകാശിനെ കാണാൻ പറയുന്നു, ഇപ്പൊ വലിയൊരു സൈക്ലോൺ വരുന്നുണ്ട്, അപ്പൊ നമുക്ക് ബാങ്ക് കൊള്ളടിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഒരൊറ്റ കക്കലിൽ നിനക്കും രക്ഷപ്പെടാം, നിനക്കും ഈ തൊഴിൽ നിർത്താം. അപ്പോൾ ലില്ലിയോട് ഇവൻ പറയുന്നുണ്ട്, നമുക്കിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് വേറെ മറ്റെവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ജീവിക്കാം, അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് ജോണും പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്ലാനൊക്കെ ചെയ്ത് അന്നത്തെ ദിവസം രാത്രി ജയൻ അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ആ ട്രെയിനിൽ കയറാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നല്ല കേട്ടോ. രാത്രി ആകുമ്പോൾ പോയി കൽക്കരി വണ്ടിയുടെ മുകളിലേക്ക് ചാടി കയറി പിറ്റേ ദിവസം അവിടെ ചാടി ഇറങ്ങി ഒക്കെയാണ് പോണത്. അപ്പൊ അവിടെ എത്തുമ്പോൾ പരിപ്പോട എന്നുള്ള ക്യാരക്ടറിന്റെ എൻട്രി അവിടെ വെച്ചിട്ടാണ്, ജഗതി ശ്രീകുമാറിന്റെ എൻട്രി. ആ ക്യാരക്ടർ എന്താന്നൊക്കെ അവിടെ കാണിക്കുന്നു. ഭൂലോക്ക് ഉടായിപ്പാണ്, അസല് ഉടായിപ്പാണ്. പക്ഷെ ആ സമയത്ത് ജഗതിയുടെ ഒരു ചെറിയ കൺകെട്ട് വിദ്യകളും അതും ഇതൊക്കെ ഉണ്ട്. ആ സമയത്ത് അവിടെ വേറെ ആൾക്കാരൊന്ന് പോക്കറ്റ് അടിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ പോക്കറ്റ് അടിച്ച പൈസയൊക്കെ ഇതിന്റെ നേതാവ് ജഗതിയാണ്. അപ്പൊ ആ ജഗതി അവർക്കൊക്കെ വീതിച്ചു കൊടുക്കുന്നു, അവന് കൊടുക്കുന്നു. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മുടെ ജയൻ ജഗതി ശ്രീകുമാറിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, നീ ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണോടാ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ജഗതി ശ്രീകുമാർ, നമുക്കിതൊക്കെ പറ്റുള്ള, താങ്കൾക്കൊക്കെ അല്ലേ ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊക്കെ. ആട്ടെ, എന്താ ഇവിടുത്തെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ പറയാണ്,
ഞാൻ ഒരു മലങ്കോള് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാന്ന് പറയണം. അപ്പോൾ ബാങ്ക് ഒന്ന് കൊള്ളയടിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുമ്പോൾ പറയും അതൊക്കെ ശരി തന്നെ, ബാങ്കിനെക്കാട്ടും വലിയൊരു സംഭവമുണ്ട്, നമ്മുടെ ശങ്കരാടിയുടെ കഥാപാത്രം താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആ വലിയ ബംഗ്ലാവ് ഉണ്ടോ നീ, അവിടെ ഇപ്പൊ ആരുമില്ല, വേണമെങ്കിൽ കയറിക്കോ, 100% പലിശയും മേടിച്ചിട്ട് ജീവിക്കുന്ന ആളാണ്, അവിടെ നിന്ന് കിട്ടിയെന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ പറയും. എന്നാൽ ശരി അവിടെ കയറിയാക്കാന്ന് പറഞ്ഞിട്ട് അവിടെ കയറുമ്പോൾ കക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലങ്ങളും നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, അവിടെ എവിടെയും അലമാരികളോ ഒരു സാധനങ്ങളും ഇല്ല. അപ്പൊ അവിടെ നോക്കുമ്പോൾ ഒരു സ്ത്രീ എനിക്ക് വെള്ളം വെള്ളം എന്ന് പറയുന്നത് വിളിക്കുന്നത് കേൾക്കുന്നു. അപ്പൊ നോക്കുമ്പോൾ അത് നമ്മുടെ ശ്രീവിദ്യയാണ്, നമ്മുടെ ലക്ഷ്മി എന്ന് പറയുന്ന കഥാപാത്രം. അപ്പൊ അങ്ങനെ അവിടെ നോക്കും വെള്ളം വെള്ളം എന്ന് പറയുന്നു. അപ്പൊ ജയൻ അവിടെ എവിടെയൊക്കെ പോയി നോക്കുമ്പോൾ കുറച്ച് വെള്ളം കിട്ടുന്നു, വെള്ളം കൊടുക്കുന്നു. അപ്പോൾ ശ്രീവിദ്യ ചോദിക്കുകയാണ് താങ്കൾ ആരാണ്? അപ്പൊ ജയൻ പറയാണ് ഞാനൊരു കള്ളനാണ്, കക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷെ ഇവിടെ വാസ്തവത്തിൽ ഒന്നുമില്ല, അപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പൊ പറയും ആ മേശയുടെ അടിയിൽ ഒരു മോതിരമുണ്ട്, അത് മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ, ഒരു എൻ്റെ ഏറ്റവും വില കൂടിയ സമ്പാദ്യം ഇപ്പൊ അതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കാന്നാണ്. അപ്പൊ അത് ജയൻ അവിടെ നോക്കുന്നു, അത് അവിടെ തന്നെ വെക്കുന്നു. അപ്പൊ ജയൻ പറയാണ് നിങ്ങൾക്ക് ഞാനൊരു ഡോക്ടറെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ ഡോക്ടറെ വിളിക്കാൻ വേണ്ടിയിട്ട് ജയൻ പുറത്തേക്ക് പോവാണ്. അപ്പൊ അങ്ങനെ രാത്രി ഒന്നും ഡോക്ടറെ ഒന്നും അന്വേഷിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഒരു വൈദ്യരുടെ അടുത്തേക്ക് ജയൻ എത്തിപ്പെടുകയാണ്. വൈദ്യരായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ പൂജപ്പുര രവിയാണ്. അത്യാവശ്യം നല്ല രസത്തിലുള്ള ഒരു ക്യാരക്ടറാണ്, അത്യാവശ്യം ഒരു വലിയൊക്കെ ഉള്ള ഒരു എന്നൊക്കെ കാണിക്കുന്ന ഒരു ക്യാരക്ടറൊക്കെയാണ്, കുഴപ്പമില്ലാത്ത ക്യാരക്ടറാണ്. അപ്പോൾ ആദ്യം കൂടെ ചെല്ലാൻ വിസമ്മതിക്കണം, കാരണം വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു ഭാര്യയാണ്. അപ്പം ഇയാൾക്ക് കുറച്ച് നല്ല വയസ്സായിട്ടുള്ളൊരു ഇതൊക്കെയാണ്. അപ്പൊ രാത്രി ചെല്ലാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് വിസമ്മതിക്കുന്ന സമയത്ത് ജയൻ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പുള്ളിനെ കൊണ്ട് പോവാണ്. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഇവള് ലക്ഷ്മി മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ടൈഫോയിഡ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ തന്നെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്, ഇത് കൊടുത്തിട്ട് ഞാൻ നാളെ വരാം എന്നും പറഞ്ഞിട്ട് വൈദ്യരിപ്പാണ്. അപ്പൊ അങ്ങനെ ലക്ഷ്മിനെ ശുശ്രൂഷിച്ചുകൊണ്ട് 1-2 ദിവസം ജയൻ അവിടെ തന്നെ താമസിക്കുകയാണ്. അപ്പൊ അവിടെ വേറെ ആരും ഇല്ല. അപ്പൊ അതിനിടയിൽ ലക്ഷ്മിയുടെ കഥ പറയുന്നുണ്ട്. എനിക്ക് 20 ദിവസം മാത്രമേ വിവാഹം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ, ഒരു ആക്സിഡന്റിൽ എല്ലാവരും നഷ്ടപ്പെട്ടു, പിന്നെ ഇവിടെ നിൽക്കുന്നത് അവരുടെ ഭർത്താവിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്നു. ശരിയെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ വേറെ ആവശ്യത്തിന് വന്നാണ്, ജയൻ ഒന്ന് പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങണം. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഇവര് തിരിച്ചു വരികയാണ്, ശങ്കരാടിയും നമ്മുടെ ആ ഫാമിലി എല്ലാവരും കൂടിയിട്ട് തിരിച്ചു വരണം. ഭർത്താവിന്റെ അനിയനൊക്കെ ഉണ്ട്. അപ്പൊ അവരങ്ങനെ അവിടേക്ക് തിരിച്ചു വരുന്ന സമയത്ത് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ എല്ലാം കലവലയായിട്ട് കിടക്കണം. അപ്പൊ ഇതെന്താ ഇവിടെ സംഭവിച്ചു, എല്ലാം കൊണ്ടുപോയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശങ്കരാടി പറഞ്ഞു കിട്ടിയത് തന്നെ, എന്റെ കയ്യിലുള്ള ഈ പെട്ടിയിലാടി ഇവിടെയുള്ള സ്വർണവും പണവും ഒക്കെ ഇരിക്കുന്നത്, അതുകൊണ്ട് ആ കള്ളനൊന്നും ഇവിടെ എന്തായാലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അനിയൻ മുകളിലേക്ക് പോയി നോക്കുമ്പോൾ ഒരുപാട് സിഗരറ്റ് കുറ്റികളൊക്കെ കിടക്കണം. അപ്പൊ അനിയൻ വന്നിട്ട് പറയാണ് ഇവിടെ അതൊന്നല്ല പരിപാടി, വേറെ ഒക്കെ ആയിരുന്നു, ഇവള് ഒരു വഴിവഴച്ചവളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര പ്രശ്നം. അമ്മ ഇവളുടെ മുതുകത്ത് നോക്കിയിട്ട് നന്നായിട്ട് തല്ലിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അതിനുശേഷം അവൾ ഇതൊക്കെ കേട്ട് മുകളിലേക്ക് പോയിരുന്ന് ഒക്കെ കഴിയുമ്പോഴത്തേക്കും മറ്റവൻ ഇവളെ റേപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സീനുണ്ട്. അപ്പൊ തന്നെ ജയൻ അവിടെ വരുന്നു. അപ്പൊ നേരെ കുറ്റം ഫുള്ള് ഇവളുടെ തലയ്ക്കാവും. നമ്മൾ ആസ് യൂഷ്വൽ അങ്ങനെയാണല്ലോ സിനിമകളിലൊക്കെ കാണാറ്. അപ്പൊ ഇവളുടെ മണ്ടയ്ക്കാവും. അപ്പൊ അവര് പറയണം നീയും കൂടി ഇറങ്ങി പൊക്കോന്ന് പറയണു. അങ്ങനെ ജയന്റെ ഒപ്പം വിടുകയാണ്. അപ്പോൾ ജയൻ ജഗതിയുടെ അടുത്തേക്ക് ഇവളെയും കൂട്ടിയിട്ട് എത്തി. അപ്പോൾ എനിക്കിനി എവിടെയും പോവാനില്ല എന്നൊക്കെ ശ്രീവിദ്യ പറഞ്ഞ സമയത്ത് ജയൻ പറയാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിൽ സംഭവിച്ച പോലെയൊന്നും എൻ്റെ വീട്ടിൽ സംഭവിക്കില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, പക്ഷെ ഓർക്കണം ഞാനൊരു കള്ളനാണ് എന്നുള്ള പറയുന്നു. അപ്പോൾ ജഗതി പറയാണ് പെങ്ങള് ഏട്ടൻ്റെ ഒപ്പം പൊക്കോളൂ, ഒരു കുഴപ്പമില്ല, അതാണ് സേഫ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ പോവാന്നുള്ളത് വെക്കുന്നു. അപ്പൊ അതിനിടയിൽ ജയഭാരതിയെ കാണാനൊക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞു എനിക്ക് അതായത് ജയഭാരതിയുടെ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അത് കാണാനൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ജയഭാരതിയോട് ജയൻ പറയുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്തിന് തീരെ സുഖമില്ല എന്നൊക്കെ പറഞ്ഞു, എന്നാലും നിർബന്ധിച്ച് കൊണ്ടുപോകണം. അപ്പൊ ആ പോയിട്ട് വരുന്ന സമയത്താണ് ഇവിടുത്തെ ഈ കലാപരിപാടികളൊക്കെ കാണുന്നതും ജയൻ അവളെയും കൊണ്ട് ജഗതിയുടെ അടുത്തേക്ക് വരണത്. അപ്പൊ അങ്ങനെ ജയൻ ഇവളെയും കൊണ്ട് നേരെ ഇവന്റെ താമസ സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഓരോ കമന്ററി ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇവളെപ്പോഴും വെള്ള സാരിയെ കൊടുത്തിട്ട് തന്നെയാണ്, കാരണം വിധവയാണല്ലോ. അപ്പൊ അങ്ങനെ അവള് ജയന്റെ വാസസ്ഥലത്തേക്ക് വരുന്നു. അപ്പൊ നോക്കുന്ന സമയത്ത് മൊത്തം അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അപ്പം പറയും അലങ്കോലമാണ്, അപ്പൊ സാരമില്ല ഞാൻ ശരിയാക്കിക്കൊള്ളാന്ന് പറയും. പിന്നെ അവൾ അതൊരു വീടാക്കി മാറ്റുന്നു. അവിടെ സാധനങ്ങളൊന്നും ഇല്ല മേടിക്കാന്ന് പറയുമ്പോൾ ഒരു ഭഗവാന്റെ ഫോട്ടോയും കൂടി എന്തെങ്കിലും മേടിച്ചിട്ട് വരണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവിടെ നിൽക്കുന്നു, അവളവിടെ താമസാക്കുന്നു. അപ്പൊ ഇവന്റെ കള്ളനാണ് ഈ കക്കാൻ പോണതിനോടൊക്കെ ഭയങ്കര എതിരുണ്ട്.
നമ്മുടെ ശ്രീവിദ്യയുടെ കാരണം അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പടത്തിൽ കാണിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ തന്നെ ഈ മലങ്കോൾ നഷ്ടപ്പെട്ടു. അപ്പൊ ഈ ജോണിനും ലില്ലിക്കും ജോണിന് നല്ലതായിട്ടൊരു സംശയം വരികയാണ്, ഇവൻ നമ്മുടെ നിന്ന് വഴുതി പോകുന്നുണ്ടോ എന്നുള്ള. ലില്ലി പറയുന്നുണ്ട് എന്നെ എന്തായാലും ജയൻ ഉപേക്ഷിക്കില്ല എന്നുള്ളൊരു ക്യാരക്ടറിലാണ് ജയഭാരതിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജഗ്ഗു നേരത്തെ നമ്മളെ ഇവനെ കുടിക്കുകയാളില്ലേ, അപ്പൊ അവനുള്ള പ്രതികാരമൊക്കെ ചെയ്തിരുന്നുണ്ടോ. പക്ഷെ ജഗ്ഗുവിനോട് പറയണം നീ പോയിട്ട് ജയനെ ഒന്ന് വിളിച്ചിട്ട് വരൂ എന്നുള്ള പറയാണ്. അങ്ങനെ ജയനോട് പറയണം മുതലാളി വിളിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ അവൻ തിരിച്ച് ചെല്ലുമ്പോൾ പറയണം ഇത്രയും ഒരു വൈറ്റ് നെക്ലേസിന്റെ കാണിക്കണം 7 ലക്ഷം രൂപ. അന്നത്തെ കാലഘട്ടത്തിൽ 7 ലക്ഷം രൂപയുടെ മറ്റേ നെക്ലേസ് ആണ്. 50-50 3.5 ലക്ഷം രൂപ നിനക്കെടുക്കാം, 3.5 ലക്ഷം രൂപ എനിക്ക് എടുക്കാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കെ ഓക്കെ എന്നുള്ള ഡീൽ ഉറപ്പിച്ചിട്ട് പോകുന്നു. അപ്പൊ ഇത് കക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്ന സമയത്താണ് ഒരു വീട്ടിൽ നിറയെ തീപിടുത്തം നടക്കുകയാണ്. അപ്പൊ അവിടെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു കുട്ടി അതിനകത്ത് പെട്ടെടുക്കുകയാണ്. അപ്പൊ അങ്ങനെ അതിസാഹസമായിട്ട് ജയന്റെ ക്യാരക്ടർ ആ കുട്ടിയെ രക്ഷപ്പെടുത്തണം. പക്ഷെ ആ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ഇദ്ദേഹത്തിന് നന്നായിട്ട് പൊള്ളും. അപ്പോൾ പൊള്ളുമ്പോൾ ഡോക്ടർ നന്നായിട്ട് പൊള്ളും. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്, ശ്വാസകോശം വരെ വെന്ത് പോയിട്ടുണ്ട്, നമുക്കൊന്നും ചെയ്യാനില്ല, ആരെയാ വിളിക്കേണ്ട വെച്ചാൽ വിളിച്ചോളൂ എന്ന് പറയാണ്. പിന്നെ ആൽത്തറ മുത്തശ്ശി ഉണ്ടല്ലോ, ആൽത്തറ മുത്തശ്ശി പറയാണ് ഭഗവാനെ എൻ്റെ ജീവൻ എടുത്തോളൂ, അവന് എൻ്റെ കുട്ടിക്ക് ജീവിതം കൊടുക്കണേന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഫിലോമിനെയൊക്കെ നന്നായിട്ട് പറഞ്ഞു. ആ സിനിമ കാണുമ്പോൾ ആ രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തട്ടു കിട്ടോ, അത്ര നല്ലൊരു ഇതാണ്. അപ്പൊ അങ്ങനെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും അതായത് ജയൻ കണ്ണ് തുറക്കുന്ന സീനാണ് കാണിക്കുന്നത്. ജയൻ കണ്ണ് തുറന്നത് ശരിക്കും തന്നെ അവിടുത്തെ ജയനൊരു ഇഷ്ടമുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഓടി എന്ന് പറയുന്നത് നമ്മുടെ ആൽത്തറ മുത്തശ്ശിയും മരിച്ചു എന്ന് പറയുന്നത്. അതായത് ഈ 2 സംഭവം ഒരുമിച്ച് തന്നെയാണ് നടന്നത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ജയൻ അതൊരു ഉൾവിളിയായിട്ട് മാറുകയാണ്. അപ്പൊ ജയൻ ഇനി മുതൽ ഞാൻ കക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു നിശ്ചയമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ വരുന്നു. അവൻ ബാക്കി പണിയെടുത്ത് ജീവിക്കാനായിട്ട് പോകുന്നു. ഒരു ബിൽഡിങ്ങിന്റെ പണിക്ക് പോകുന്നു, ഒരു വാർക്കപ്പണിക്ക് പോവാണ്. ആ വാർക്കപ്പണിക്ക് പോയിട്ട് കിട്ടുന്ന പൈസ എടുക്കാനുള്ള സമയത്ത് വീണ്ടും നമ്മുടെ ജോസ് പ്രകാശ് പറയുന്നുണ്ട് അവൻ ശരിക്കും എന്താ പറയാ നമ്മുടെ നിന്ന് വഴുതി പോയി, മുളയിലേ നുള്ളേണ്ടതായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ കാര്യമില്ല, നമുക്ക് എല്ലാം നിർത്തിപ്പോകുന്ന വേണുവിനെ നമ്മൾ പേടിക്കണം. കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ പെട്ടുകഴിഞ്ഞാൽ നമ്മളെല്ലാവരും കുടുങ്ങും. അതുകൊണ്ട് കണക്കുകൾ തീർക്കേണ്ടതാണ്, ബാക്കി വയ്ക്കാൻ പറ്റില്ല എന്നുള്ള പറയുമ്പോൾ മറ്റേ ജഗ്ഗു എന്ന് പറഞ്ഞ ആൾ ജയനെ പിടിക്കണം. അപ്പൊ ജയന ആദ്യമായിട്ട് അധ്വാനിച്ച് മേടിച്ച പൈസ പോക്കറ്റിലേക്ക് ഇട്ട് വരുമ്പോൾ ഈ പൈസ ജഗ്ഗു കയ്യിൽ തട്ടിപ്പിടിച്ചെടുത്തിട്ട് ചുരുട്ടിക്കളയണം. അപ്പൊ അവിടെ ജഗ്ഗും വരും, നമ്മളുള്ള ഫൈറ്റ് സീൻ കഴിയണം. അതുകൊണ്ട് ജയൻ തിരിച്ചു വരുമ്പോഴത്തേക്കും അടുത്ത രംഗത്തിൽ ജയൻ ഇങ്ങനെ തിരിച്ച് നടന്നു പോകണം. അപ്പൊ പിന്നത്തെ രംഗത്തിൽ കാണിക്കുന്ന ജയന്റെ വാസസ്ഥലത്ത് ഒരു ചേച്ചി പെട്ടെന്ന് കാറിൽ ഇറങ്ങി വന്നിട്ട് പറയണ വേണുചേട്ടൻ നമ്മുടെ കോണിപ്പടിയിൽ നിന്ന് തെറ്റി വീണു, പെട്ടെന്ന് വരണം, ചേച്ചി ഒന്ന് വേഗം വരണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. പെട്ടെന്ന് ഇവളും കൂടി അങ്ങോട്ട് പോവാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അത് ശരിക്കും ജോസ് പ്രകാശിന്റെ ആൾക്കാരായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ തിരിച്ചു പോകുന്ന സമയത്ത് തന്നെ വേണു അവിടെ എത്തിയപ്പോഴത്തേക്കും ആൾക്കാർ വിവരം പറയുന്നു. അപ്പോൾ വേണു തിരിച്ചങ്ങോട്ട് പോവാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ജോസ് പ്രകാശിന് ഇവളെ കയറി കടന്നു പിടിക്കാൻ തുടങ്ങി. അതായത് അപ്പോൾ ജോസ് പ്രകാശ് ഇവളെ കയറി ബലാത്സംഗം ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ജയഭാരതി വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് വേണുവിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ, ഇവളെ പക്ഷെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവളെ അതായത് നമ്മുടെ ശ്രീവിദ്യയുടെ ക്യാരക്ടറിന് ജയഭാരതി അവിടുന്ന് പെട്ടെന്ന് താഴത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് ജയൻ അവിടെ വരികയും പിന്നെ ചെറിയൊരു ആക്ഷൻ നടക്കുകയാണ്. ആ ആക്ഷനിൽ ജയഭാരതി മരിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ ആ വലിയ കൊള്ളസംഘത്തിനെ പോലീസുകാർ പിടിക്കുന്നു. അപ്പോൾ ജയഭാരതി അവിടെ മരിക്കുന്നുണ്ടല്ലോ ആ സിനിമയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീവിദ്യയുമായിട്ടാണ് ജയൻ യോജിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അവിടെ വെച്ചിട്ട് പടം തീരുകയാണ്. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു സിനിമയാണ്. നല്ലൊരു കഥയും നല്ല ഒരു തരത്തിലും ലാഗ് ഇല്ലാണ്ട് പോകുന്നൊരു കഥയൊക്കെയാണ്. നല്ല രസമുണ്ട്, നല്ല ത്രില്ലിംഗ് ആയിട്ടാണ് സിനിമ പോകുന്നത്. മോഷണ രംഗങ്ങളായാലും അത്യാവശ്യം ചെറിയ നല്ല ആക്ഷൻ സീക്വൻസുകളാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ട് നല്ല പാട്ടുകളും, അതും എടുത്തു പറയേണ്ട കാര്യങ്ങൾ നല്ല പാട്ടുകളാണ്. എടുത്തു പറയേണ്ടത് ശ്രീവിദ്യയും ജയന്റെയും തമ്മിലുള്ള ഒരു ജോഡിയാണ്. അത് കിടലായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് പുതിയ വെളിച്ചം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ ആ സബ്സ്ക്രൈബർ ബട്ടണും കൂടി ഒന്ന് ഞെക്കിയേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.